പൂജാരി അല്ലേ? മേലെ ഫുള്ള് പുല്ലാണ്. പിന്നെ മണ്ണ് കരിങ്കല്ല് വെച്ചിട്ട് തേമ്പിയതാണ് അല്ലേ? ഇതും ശരിക്ക് പറഞ്ഞാൽ ഒരു ക്ഷേത്രം തന്നെയാണ്. ഇതുണ്ടല്ലേ? എന്നാലേ മൊത്തം മേലെ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ മക്കളെ നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നതാണ്. നമ്മൾ പോന്നിട്ടുള്ളത് ഊട്ടിയിലേക്കാണ്. പക്ഷെ നമ്മൾ ഊട്ടിയിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എങ്കിലും കൂടി ഇന്ന് വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ചില തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അയിത്താവുക, മറ്റുള്ള മതസ്ഥർ കയറിയാൽ അല്ലെങ്കിൽ അന്യജാതിക്കാർ കയറിയാൽ അവിടെ ചെരുപ്പ് അലൗഡ് ഇല്ല അല്ലേ? അങ്ങനെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ചെരുപ്പിട്ടില്ല. അപ്പോൾ ഈ സ്ഥലം ഏതാണ്? ഇവിടുത്തെ നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു തികച്ചും വ്യത്യസ്തമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമൊക്കെ ഇവിടെ പണിയുന്നുണ്ട്. ഇവർ തികച്ചും ഓൺലി ഈ വേര് അതുപോലെ വള്ളികൾ കൊണ്ടൊക്കെയാണ് ഇത് പണിഞ്ഞിട്ടുള്ളത്. അവർ അതുപോലെ തന്നെ ഇവിടെ ബന്ധപ്പെട്ട ക്ഷേത്രം, ഇവരെ എല്ലാ ഭാഗങ്ങളും ഇതിൽ മറ്റുള്ള കല്ലുകൾ വേറെ മണ്ണ് കാര്യങ്ങൾ മണൽ ഒന്നുമില്ല. വെരി ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ മാള് പറയും. എന്താണ് സ്ഥലത്തിന്റെ പേര്? അത് നമ്മൾ ഈ തലൈക്കുന്താറിന സ്ഥലല്ലേ, ഈ ഐസ് കട്ടൊക്കെ കാണാൻ വന്ന അവിടുന്ന് കണ്ടൊരു ജസ്റ്റ് റൈറ്റ് സൈഡ് ഒരു കയറ്റം ഉള്ളിലേക്ക് വരിക. ജസ്റ്റ് അവിടെ അങ്ങനെ ചാഞ്ഞാൽ മനസ്സിലാവും. സംഭവം ഇവിടെ എന്താ വെച്ചാല് നമ്മൾ ഇതായിരിക്കും കാണാത്ത സ്ഥലമാട്ടാ. എന്താ വെച്ചാല് ചെരുപ്പിടാതെ കേറാൻ പാടുള്ളൂ. ഇതാണ്ടാ, അതാണ് നിയമം. ഞങ്ങളൊന്നും ചെരുപ്പിട്ടിട്ടില്ല, ചെരുപ്പിടാൻ പാടില്ല. ഇവിടെ എന്താ പറയാ, കന്നുകാലികൾ ഇഷ്ടംപോലെ ഉണ്ട്, പോത്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അവര് എന്താണ് ചാണകമൊക്കെ ടോട്ടലുണ്ട്. അത് അവരൊരു ആചാരമാണ്. അവരാചാരം അവരനുഷ്ഠിക്കട്ടെ. പിന്നെ ഇത് അവരൊരു അമ്പലാണ്. ഈ അമ്പലം കാണാൻ ഭയങ്കര രസമുണ്ട്, അടിപൊളി. അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, കാണണം. നല്ല അടിപൊളിയാണ്. കാരണം മൊത്തം കുട്ടിപ്പോനെ വെറുതെ റീൽ എടുക്കാൻ വേണ്ടി വെറുതെ നമ്മൾ ഈ കുട്ടികളുടെ വണ്ടിയിട്ട് കയറി. അപ്പൊ നമ്മളിവിടെ നിന്ന് പോയി കൂടെ നല്ല രസമുള്ള സ്ഥലം ഉണ്ടെന്ന് കയറി നോക്കി തന്നെ വന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് നല്ല വ്യൂ പോയിന്റും നല്ല രസമുണ്ട് ഇവിടുന്ന്. എന്താ അപ്പോൾ ഇവിടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് ആദിവാസികളാണ് ടോട്ടലിട്ട്. ആദിവാസികളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അവർ നമ്മോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ഇവിടെ ഒരു വരമ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം നമുക്ക് കയറാൻ നോട്ടല്ല ഔട്ടെ. ഓക്കെ, പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അതായത് ഈ ഗ്രാമത്തിൽ ഈ ഭാഗങ്ങളിൽ ചെരുപ്പ് അലൗഡ് ഇല്ല. ഇവരിതിൻ്റെ അകത്ത് എവിടെയും ഒരുപാട് ഒരു 8-10 കിലോമീറ്റർ 15 കിലോമീറ്റർ തോന്നുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളിലൊന്നും ഇവർ ചെരുപ്പേ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ചെരുപ്പ് ഊരിക്കോ മുത്തോ? കുട്ടിമാ ചെരുപ്പ് ഊരിക്കോ? ഇതെല്ലാവരും ചെരുപ്പ് ഊരിയിട്ട് ഇതാ പോണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഇവിടെ കാരണം അവരേതായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചാണകമുണ്ട്. അതായത് അവരമ്പലാണ്, കോയിലാണ്. ഊട്ടി പോവുക, കൊടൈക്കനാൽ, ബൊട്ടാണിക്കല്, അവിടെ കാട്ടുന്നത് അതൊക്കെ കണ്ട് മടുത്തല്ലേ. ഇങ്ങനെയൊക്കെ പുതിയ വഴികൾ ഉണ്ടാക്കി കണ്ടുപിടിച്ചാ പോവുക. അതെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാം. ടോട്ടലി ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒന്നും പറയാനില്ല. പ്രത്യേക രീതിയിലാണ് ഇവരെ കോയിലായിക്കോട്ടെ, ഇവരെ ക്ഷേത്രം ആയിക്കോട്ടെ, അതിൻ്റെതായ ഭാഗങ്ങളൊക്കെ ഇവർ ഈ മരങ്ങളെ കൊണ്ടും മുളകളെ കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഊട്ടിയിൽ വരുന്നവർ എന്തായാലും വരണം കേട്ടിട്ടാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ അപ്പുറം പോകാൻ പാടില്ല കേട്ടോ. ഇവിടെ നിന്നുകൊണ്ട് കണ്ടാൽ മതി. ഈ മുളകളൊക്കെ കണ്ടില്ലെങ്കിൽ ഈ മുള ഇതായിട്ട് ഇങ്ങനെ കാട്ടിൽ നിന്ന് വെട്ടിക്കൊടുന്നാണ് ഇതിങ്ങനെ ഇതായിട്ടാണ് ഈ കോയിൽ കെട്ടുന്നത് അല്ലേ? താഴൊക്കെ നമ്മളെ കൊണ്ടൊന്നും കഴിയൂല. ഇത് അവർക്കേ കഴിയുള്ളൂ മുളായിട്ട് ഇങ്ങനെ. ഇത് നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അവരൊരു വീടുണ്ട് അവിടെ, ഒരു വീടാ തോന്നിട്ടാ. ഇതിൻ്റെ ചിലപ്പോൾ ഇതിനോട് ഇങ്ങനെ നമ്മളെ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കാനോ ദൈവങ്ങളെ വെക്കാനൊക്കെ ഉള്ള ഇതിനുള്ളിൽ കയറാൻ പാടില്ല. ഇവിടെയാണ് അവരിതിനുള്ളിൽ കയറാൻ പാടില്ല പറഞ്ഞിട്ടാ. എന്നാ ഇതുണ്ടല്ലേ? എന്നാലേ മൊത്തം മേലെ ഫുള്ള് ബൈക്കോലും സൈഡൊക്കെ. ഇതിനുള്ളിലേക്ക് മറ്റു ജാതികാർക്കൊന്നും പ്രവേശനമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയുണ്ട്. ഇത് മൊത്തത ഇവർക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ ഇട്ടതാണ് ഈ കോലിൻ്റെ പണിക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാണേണ്ടത് മോന് പറയേണ്ടത്. ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താം. കാരണം നമുക്ക് ഇങ്ങോട്ട് പോകാൻ പാടും. എവിടെ ഗുഹ?
ഇതിൻ്റെ ഈ വള്ളിയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന മുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. ഏതായാലും നമ്മൾ ഇവിടെ ഒന്നും കൂടുതൽ നിൽക്കണ്ട, ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോവാം. മാളും ഇവിടുന്ന് മുങ്ങിക്കണുണ്ട്. ചെരുപ്പിടാതെ നടക്കാൻ പറ്റി കാലും നമുക്ക് ശീലമില്ലാത്ത കാര്യം. അതുകൊണ്ട് ഒരു ചെരുപ്പേ പൊന്നോ എൻ്റെ ചെരുപ്പിൻ്റെ പാറൊട്ടിയാ ഇവനക്കും ചെരുപ്പില്ല. സംഭവം പറഞ്ഞാൽ എന്താ പറയുക, ഇത് ആദിവാസികളാണ്. ഇവരെ ഈ മേഖല മുഴുവൻ ആദിവാസികളാണ്. അപ്പോൾ അവരെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് എന്താ സംഭവം അറിയോ, ഇവിടെ ചാണം കുഴപ്പമില്ല, ചെരുപ്പിടാൻ പാടില്ല. അതിന് ചാണം എന്ന് വെച്ചാൽ നമുക്ക് ഹിന്ദു സഹോദരന്മാർക്ക് അവർക്കൊക്കെ അവരൊരു വിശ്വസ്തമായ അവർക്ക് വിശ്വാസമാണ്. അവരെന്തൊക്കെ ഇതാണല്ലോ ദൈവത്തിനോട് സാമ്യപ്പെട്ട ചെരുപ്പിടാനില്ല. ഈ ഏരിയ എന്ന് വെച്ചാൽ ഇവർ ഈ മേഖലകളിലൊന്നും ചെരുപ്പ് അലൗഡില്ല. നമ്മൾ ചില സിനിമകളിലെ കണ്ടിട്ടുണ്ട്, അവർ ആ മേഖലയിൽ ചെരുപ്പിടാൻ പാടില്ല. നമ്മൾ പഴയ തമിഴ് സിനിമയിലെ കണ്ടിട്ടില്ലേ, അതേപോലുള്ളൊരു ഏരിയയാണ്. ഏതായാലും വന്ന് നോക്കുകൊണ്ട് ഊട്ടിയിൽ വരുമ്പോൾ ഇതാള് നല്ല കുട്ടപ്പന്മാരില്ലേ, കൊച്ചുണ്ടാക്കണ്ട നല്ല കുട്ടികളില്ലേ, നല്ല സുന്ദരമാണ്. അത് തൊട്ടേക്കാം. പിന്നെ ഇവിടെ ഒരുപാട് പോത്തും കുട്ടികളുണ്ട് കേട്ടാ. കണ്ടെങ്കിൽ ഒരേ വലിപ്പമുള്ള പോത്തും കുട്ടികൾ. ഇതെന്താ ഇത് കണ്ടെങ്കിൽ മേലെ ഫുള്ള് പുല്ലാണ്. പിന്നെ മണ്ണ് കരിങ്കല്ല് വെച്ചിട്ട് തേമ്പിയതാണ് അല്ലേ. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്രം തന്നെയാണ്. കാരണം അതിന്റെ മുന്നിൽ അതിന്റെ ഓരോ സംഗതിയിൽ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ അരി ഇതുണ്ടെങ്കിൽ അരിയൊക്കെ ഇട്ടിക്കണതാ ഇവിടെ. അപ്പൊ പുറകിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ അതിൽ പെട്ടതിനാണ്. പിന്നെ അവരെ വീടുകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതൊക്കെ കണ്ടില്ലേ, അടിപൊളിയാ, സൂപ്പർ. കല്ലൊക്കെ ഉരുട്ടി ബോള് മായ്ക്കാക്കിച്ച് കണ്ടില്ലേ. ഇനി അയിമൊന്നും ഇരിക്കല്ല, ഇരിക്കല്ല. ഇതെന്തോ അവരെന്തോ സാധനമാണ് ചെയ്യുന്നതാണ്, കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഇതെല്ലാം. അപ്പൊ തന്നെ അവരെ വീട് കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. നല്ല കുഞ്ഞു വീടാണ്. ആണ് വീടാണ് വീട്. ആ കുഞ്ഞു വീട്, അടിപൊളി. തട്ടൊക്കെ ഉണ്ട് മേലേക്ക്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഈ ആദിവാസികൾ ഇതിനോട് ബന്ധപ്പെട്ട രണ്ടാളും ഇരിക്കുന്നുണ്ട് ചുളിവിടെ. ഞാൻ അവരെ കാണിച്ചു തരട്ടാ. എന്താ വെച്ചാല് പരസ്യം എടുക്കണ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്താണെന്ന് അറിയില്ല. ചെക്കന്മാരാണ്. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് കിട്ടുമോ നോക്കാം. പൂജാരി അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നല്ല മനുഷ്യന്മാരൊക്കെ, ഒന്നുമില്ല, എല്ലാവരും എല്ലാ മതസ്ഥരും എല്ലാ മനുഷ്യരും ഒരേമാതിരി കണ്ട നല്ല ആൾക്കാർ, സൂപ്പർ ആൾക്കാർ. നമുക്ക് എല്ലാ ഹെൽപ്പിങ്ങും പറഞ്ഞു ഇവിടെ എല്ലാ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ നല്ല ആൾക്കാരാണ്. അവർ പൂജാരികളാണ് ഇവിടെ. അപ്പം നമ്മളങ്ങനെ അടുത്തേക്ക് പോകാൻ പാടില്ല, അവരോട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. ഐ എം വെരി ഹാപ്പി. ഇവിടുത്തെ ഇവരെ ഹോസ്പിറ്റലാട്ടാ. ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇവരെ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ഹോസ്പിറ്റലാണിത്. ഇവിടുത്തെ ഒരു കാരണവരൊക്കെ അതാ വരുന്നത് കേട്ടോ. കണ്ടില്ല, ഇവിടുത്തെ കാരണവരാണ്. ആ ഏരിയക്ക് വരുന്ന റോഡാണിത്. ഞങ്ങളിവിടെ വരുമ്പോ ഇത്രയും ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും ഭംഗി തോന്നി, അല്ലെങ്കിൽ ആദ്യ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് മൊട്ടക്കുന്നായിട്ടും വേറെ കുന്നായിട്ടും ഗാർഡൻ ആയിട്ടൊക്കെ കണ്ടുപോകും. പക്ഷെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ. ഇത് മുത്തും കുട്ടിമോനും ഇവിടെ വെറുതെ റീൽസ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കണ്ടത് ഈ ഭാഗം അല്ലേ. അല്ലെങ്കിൽ കാണാൻ കഴിയില്ലായിരുന്നു. ഓക്കെ, ഇതിന് മുമ്പ് ഒരു റീൽസിൽ പറഞ്ഞിട്ടുള്ളൂ, പൊന്നു ആദിവാസികളെ മുഖം കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ മതി. ശരിക്കും കാണാത്തൊരു കണ്ടോളൂ. ഇതാ കണ്ടേ, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഉണ്ടാവുള്ളൂ. അവന് പേര്. അപ്പൊ ഇതാ മക്കളെ സ്നേഹവാലക്കുരങ്ങ് തട്ടാ. സിംഹവാലക്കുരങ്ങ് തട്ടാ. സ്നേഹാണ് ഭയങ്കര. സിംഹവാലം എന്ന് പറഞ്ഞ അർത്ഥം സ്നേഹം എന്നാണോ. അത് സൂം ചെയ്യും കുട്ടി. പൂച്ചല്ലേ
സൂം ചെയ്യ് ഇതുണ്ട്, അതാണ് സിംഹവാലൻ കുരങ്ങ്. ആ കാണണ്ട സൂം ചെയ്യാതെ ആണെന്നാ ഞാൻ ഇറങ്ങേണ്ടി വരുമോ? സൂം ചെയ്ത KG 70. എത്ര അങ്ങനെ ആളോ അതിനാ ആ സാധനത്തിന്റെ പേരെന്താ? ഇത് ക്യാരറ്റ്, ഇതിന്റെ പേരെന്താ? ബീട്രൂട്ടിന്റെ അല്ലേ? നല്ല ടേസ്റ്റാണ്. ബ്രൊക്കോളി അല്ല, അത് ബ്രൊക്കോളിയാണ്. കിലോ 100 അല്ലേ? ഇത് രണ്ടോ? ഇതെന്താ സാധനങ്ങള്? മുള്ളങ്കില. ഇത് 2 കിലോ വാങ്ങല. അത് അടിപൊളിയാ. ലെറ്റ്യൂസാ ശരി. ആ 4 തൂക്കിയൊക്കെ, ഈ 4 തൂക്കിയൊക്കെ എത്ര ഉണ്ട്? കുറച്ച് ക്യാരറ്റ്. എങ്ങനെയുണ്ട്? എന്താ അല്ലേ? അടിപൊളിയാണ്. ഇത് 1.5 വരവാണല്ലോ. ആ ബാക്ക് ഉറക്കാം. ആ ഇവിടെ കുറവുണ്ട്. വെക്കാൻ സ്ഥലണ്ടാ? അങ്ങനെ വെച്ച് വല്ലാണ്ട് അടച്ചാ മതി. അവിടെ പിടിച്ചോട്ടി മോനെ. എല്ലാം അടച്ചോ. അപ്പൊ നിങ്ങളെ കോവിലൊക്കെ കണ്ടില്ലേ? കോവിലല്ല, അമ്പലട്ടാ, ആദിവാസികളെ അമ്പലം. അമ്പലം അതുപോലെ അവരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാൻ കേട്ടോ. ചാനലൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്താണ്, അപ്പൊ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ ഇതുപോലുള്ള വെരി ഡിഫറെന്റ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടൂറൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ വ്യത്യസ്തമായ സ്ഥലം കണ്ടുപിടിച്ച് പോകണം, അതാ രസം. അവിടെയാണ് കാര്യം. വീണ്ടും വീണ്ടും കണ്ട സ്ഥലങ്ങൾ പോയി കാണരുത്, ഇപ്പൊ രസമില്ല. അപ്പൊ ഏതായാലും ബൈ.